ESPയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ESPയെ കുറിച്ച് സംസാരിച്ചപ്പോൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ്റെ ബേസിക് ആയിട്ട് ചില ഫോംസ് ഉണ്ട്. ക്ലേവോയൻസ്, ടെലിപ്പതി, പ്രീകോഗ്നിഷൻ, സൈക്കോകൈനസിസ്. ഈ 4 ബേസിക് ഫോംസ് ഉണ്ട് ESPക്ക്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷന് 4 പ്രാഥമികമായ രൂപങ്ങളുണ്ട്. ക്ലേവോയൻസ്, ടെലിപ്പതി, പ്രീകോഗ്നിഷൻ ആൻഡ് സൈക്കോകൈനസിസ്. എന്താണ് ഈ ക്ലേവോയൻസ്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ പറയാനുള്ള കഴിവ്, ഭാവി പ്രവചിക്കാനുള്ള കഴിവ്, ഇതിനെയാണ് നമ്മൾ ക്ലേവോയൻസ് എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രമാണോ അതോ ഇത് വെറും അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന ലെവലിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നതും ചിലതൊക്കെ സംഭവിക്കുന്നതുമുണ്ട്. പക്ഷേ അതെന്തായാലും ഇന്ന് സമൂഹത്തിൽ, ഇന്നും പുരാതന കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ക്ലേവോയൻസ്. നമ്മൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാവാതെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രസൻറ്റിൽ, വർത്തമാന കാലഘട്ടത്തിൽ തന്നെ പ്രവചിക്കുന്നതിനാണ് ക്ലേവോയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെലിപ്പതിയാണ്. ടെലിപ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് എന്താണോ അത് തനിക്ക് പറയാൻ കഴിയുക. മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യാതെ തന്നെ, അവർ പ്രകടിപ്പിക്കാതെ തന്നെ, അവർ സംസാരിക്കാതെ തന്നെ, അവർ സൂചകങ്ങൾ പോലും തരാതെ തനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രീകോഗ്നിഷൻ. നേരത്തെ നമ്മൾ പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ നമ്മൾ വിവരിക്കാനുള്ള കഴിവിനെയാണ് ക്ലേവോയൻസ് എന്ന് പറയുന്നത്. പ്രീകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി മനസ്സിലാക്കുക കാര്യങ്ങൾ. അപ്പോൾ ആ വ്യക്തി വരുന്നുണ്ട്, അവൻ ഇങ്ങനെയൊക്കെ ആവും സംസാരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. അതേപോലെ സൈക്കോകൈനസിസ്, സാധനങ്ങളെ ചലിപ്പിക്കാനുള്ള കഴിവ്. ഒന്നും ചെയ്യാതെ, ഒരു പ്രഷറും കൊടുക്കാതെ, വെറുതെ ഒന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തിട്ടോ ആ സാധനങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ, ദൂരത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ, എക്സ്ട്രാ പ്രഷർ ഒന്നും കൊടുക്കാതെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് മറ്റ് ഉള്ളവരുടെ മനസ്സിലോ അല്ലെങ്കിൽ അസംഭവ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ സാധാരണ സെൻസുകൾക്ക്, സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള 4 ഫോംസാണ് ക്ലേവോയൻസും, ടെലിപ്പതിയും, പ്രീകോഗ്നിഷനും, സൈക്കോകൈനസിസും. ക്ലേവോയൻസ് എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ വർത്തമാനകാലത്തിൽ പ്രവചിക്കാനുള്ള കഴിവാണ്. ടെലിപ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി അറിയുക എന്നുള്ളതാണ്. സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് സാധനങ്ങളെ ടച്ച് ചെയ്യാതെ, പുഷ് ചെയ്യാതെ ചലിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു അദൃശ്യമായ കഴിവാണ്. അപ്പോൾ ഇത്രയും 4 ഫോംസാണ് സാധാരണ രീതിയിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ലെസൺ 4 ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെസൺ 4 ലേണിംഗ് ആണ്, പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലേണിംഗ്? Learning referred to as a relatively permanent change in behavior that results from experience or practice. അനുഭവങ്ങളിൽ നിന്നോ നിരന്തരമായ പ്രാക്ടീസിൽ നിന്നോ രൂപപ്പെടുന്ന പെർമനൻ്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി സുസ്ഥിരമായ
പുതിയൊരു സ്വഭാവത്തിലേക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നോ നിരന്തരമായ പ്രാക്ടീസിലൂടെയോ നേടിയെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് റെഫേഴ്സ് ടു എസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട്സ് ഫ്രം എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. ഇനി ലേണിങ്ങിന് ഒരുപാട് തിയറികളുണ്ട്. അതിലൊന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറി ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഇവാൻ പാവ്ലോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇവാൻ പാവ്ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ഇൻവോൾവ്സ് ഫോമിംഗ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു സ്റ്റിമുലി. രണ്ട് സ്റ്റിമുലികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്, സംഗമമാണ്, അതിലൂടെയാണ് പഠനം സംഭവിക്കുന്നത് എന്നാണ് ഇവാൻ പാവ്ലോ പറയുന്നത്. ദ ലേണർ അസോസിയേറ്റ് പ്രീവിയസ്ലി ന്യൂട്രൽ സ്റ്റിമുലസ് with a stimulus that elicits a natural response. After conditioning, the CS acquires the capacity to elicit a response similar to the UCR or unconditional response. രണ്ട് സ്റ്റിമുലി, നേരത്തെ ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലി, ഒരു ഒന്നും ചെയ്യാത്ത, ഒരു ഉത്തേജനവും കാണിക്കാത്തൊരവസ്ഥ പിന്നീട് ഉത്തേജിപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നു. അതായത് നമ്മൾ ആദ്യം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയെ, ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് വേറെ കുറച്ച് താല്പര്യമുള്ള എന്തെങ്കിലും കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റാതിരുന്ന സംഗതി പിന്നെ ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇതിനെ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാൻ പറ്റും. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഏറ്റവും ഒരു പ്രായോഗികവും ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണമാണ് നായയും ബിസ്ക്കറ്റും. ബെല്ലടിക്കുന്നു, അപ്പോൾ നായക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു, അങ്ങനെ തുടർന്നു പോകുന്നു. പിന്നീട് അപ്പോൾ ബെല്ലടിക്കുമ്പോൾ നായ ബിസ്ക്കറ്റ് കിട്ടുമെന്നൊരു തരത്തിലേക്ക് നായ നാവ് നീട്ടുന്നു, സലൈവ പുറത്തേക്ക് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ബിസ്ക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഈ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നായ നാവ് നീട്ടുന്നു. അതായത് ഒരു സ്റ്റിമുലി, ഒരു റെസ്പോൺസ് അവിടെ വരുന്നു. ആദ്യം നായക്ക് ബിസ്ക്കറ്റ് കിട്ടുമ്പോഴും ബെല്ലടിക്കുമ്പോൾ ബിസ്ക്കറ്റ് കൂടി കാണിച്ചു കൊടുക്കുമ്പോഴാണ് നായ നാവ് പുറത്തേക്ക് ഇടുകയും സലൈവ വരികയും ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നായക്ക് ആ ബിസ്ക്കറ്റ് കിട്ടിയില്ലെങ്കിലും ആ ബെല്ലടിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? നാവ് പുറത്തേക്ക് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതൊരു പുതിയ ലേണിംഗ് ആണ്. ബെല്ല് അടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ നായ കഴിക്കാൻ റെഡിയായി നിൽക്കുന്നു എന്ന ഒരു പുതിയ ലേണിങ്ങിലേക്ക് നായ വന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. തോണ്ടിഗെ വേറൊരു ലേണിംഗ് തിയറി പരിചയപ്പെടുത്തി. തോണ്ടിഗെ says that responses that satisfy are more likely to be repeated, while those that are not satisfying are not repeated. നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മുടെ റെസ്പോൺസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ, ഞാനിപ്പോൾ എന്നെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ എനിക്ക് സംതൃപ്തി നൽകുന്നതാണെങ്കിൽ ഞാൻ ആ പ്രവർത്തനം കൂടുതൽ തവണ ചെയ്യുന്നു. എന്നാൽ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് അസംതൃപ്തി ഉളവാക്കുന്നതാണെങ്കിൽ ഞാൻ ആ പ്രവർത്തനം പിന്നീട് ചെയ്യുന്നില്ല. ഈ ഒരു തിയറിയാണ് തോണ്ടിഗെ ലോകത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ലേണിംഗ് തിയറിയായിട്ട് പരിചയപ്പെടുത്തിയത്. അതായത് കുട്ടിക്ക് അവൻ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അവനോട് പാരൻ്റ് അല്ലെങ്കിൽ ടീച്ചർ എന്താണോ പറയുന്നത് അതവൻ ചെയ്യാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അവന് സംതൃപ്തി കിട്ടുന്ന ഘട്ടമാവുകയാണെങ്കിൽ അവനിപ്പോൾ ആ കാര്യം ചെയ്തു. ഇപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണ് കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ കിട്ടുന്നു എന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, അത് കാരണം അവൻ പഠനത്തിൽ താല്പര്യം കാണിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠനത്തിന് താല്പര്യം കാണിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ തോണ്ടിഗയുടെ തിയറിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് അവരെ ഫീഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അമ്മമാർ ചെയ്യുന്നത് മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കണ്ട് കുട്ടി ഭക്ഷണം കഴിക്കുന്നു. മൊബൈൽ ഫോൺ കിട്ടുന്നില്ലെങ്കിലോ
ഭക്ഷണം കഴിക്കുന്നില്ല. അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണിച്ചു കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുട്ടി നന്നായി കഴിക്കുന്നു. എന്നാൽ ടി വി കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ കുട്ടി ആ ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കുന്നു. അപ്പോൾ റിപ്പീറ്റഡ് ആക്ഷൻസ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നു. ഡിസാറ്റിസ്ഫൈ ആണെങ്കിൽ ആ പരിപാടി അവിടെ തന്നെ നിർത്തുന്നു എന്നതാണ് തോണ്ടിഗെ നമ്മളെ പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചു, തോണ്ടിഗയുടെ തിയറി പഠിച്ചു. നെക്സ്റ്റ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എക്സ്പ്ലെയിൻസ് ഹൗ വോളണ്ടറി റെസ്പോൺസസ് ആർ സ്ട്രെങ്തൻ ഓർ വീക്കൻ ഡിപ്പെൻഡിങ് ഓൺ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോൺസിക്വൻസസ്. വോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ പ്രതികരണങ്ങളെ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്, അത് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ പഠിക്കാനുള്ള താല്പര്യം കൂടുകയും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ പഠിക്കാനുള്ള താല്പര്യം കുറയുകയും ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സായാൽ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാം. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? നന്നായി പഠിക്കുന്നു. അതല്ലെങ്കിൽ നിനക്ക് എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കിയാൽ ഞാൻ നിനക്ക് മിഠായി വാങ്ങിത്തരാം. അവരെ ഹോംവർക്ക് ചെയ്താൽ വീഡിയോ ഗെയിംസ് കളിക്കാൻ സമയം തരാം, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം തരാം. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു കൊടുത്തു, അവൻ പറഞ്ഞ ബെറ്റ് നമ്മൾ അംഗീകരിച്ചു. പക്ഷേ എന്നിട്ട് അവനത് പൂർത്തിയാക്കിയില്ല എങ്കിൽ അതിന് ശിക്ഷ കൊടുക്കുക. അതല്ല ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. നമ്മൾ കുട്ടി പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, എക്സാം ഫെയിലായി, അപ്പോൾ അവനെ നമ്മൾ റൂമിലിട്ട് അടയ്ക്കുകയാണ്. അങ്ങനെ റൂമിലിട്ട് അടച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു? അടുത്ത പ്രാവശ്യം ആ റെസ്പോൺസ് പേടിച്ചിട്ട് നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ മോശമായിട്ട് പെരുമാറാണ്, അവൻ്റെ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെയൊക്കെ, അല്ലെ അവളുടെ ബ്രദറെ സിസ്റ്റേഴ്സിനെയൊക്കെ അവൾ ഉപദ്രവിക്കുകയാണ്, അവൻ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അവനെ നമ്മൾ അവനെ കളിക്കാൻ സമയം കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു ചെറിയ ശിക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ആ ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി കിട്ടുന്ന പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള റെസ്പോൺസിനെ ബേസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുന്ന തിയറിയാണ് നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയാം. നന്നായി പെർഫോം ചെയ്താൽ നല്ലത് കിട്ടും, മോശമായി പെർഫോം ചെയ്താൽ പണിഷ്മെൻറ്റ് കിട്ടും എന്നതിൻ്റെ ഭാഗമായി എന്നത് മനസ്സിലാക്കിയിട്ട് പെർഫോമൻസിൽ ഉണ്ടാക്കുന്ന വേരിയേഷനെയാണ് നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയാം. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, തോണ്ടിഗേസ് തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നീ തിയറീസാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി കോൺസിക്വൻസസ് ഓഫ് ബിഹേവിയർ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്? ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് റീഇൻഫോഴ്സ്മെന്റ് വിൽ ഡിസൈഡ് ഹൗ ക്വിക്ക്ലി എ ബിഹേവിയർ ഈസ് ലേൺഡ് ആൻഡ് ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. ഒരു പുതിയ പെരുമാറ്റം പഠിച്ചെടുക്കുകയും ആ പുതിയ പെരുമാറ്റം പഠിച്ചെടുത്തത് എത്ര കാലം നിലനിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അവളുടെ പഠിക്കാനുള്ള ബലപ്പെടുത്തൽ, റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ കുട്ടി ആരും പറയാതെ അവൻ്റെ റൂം വൃത്തിയാക്കുകയാണ്, നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ്, സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ്. അതെന്താണ്? ബിഹേവിയറിൻ്റെ ആ ഒരു കോൺസിക്വൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അത് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടില്ല. മറ്റിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഡിക്ലെയർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ആ റെക്കഗ്നേഷൻ കിട്ടുന്നതോടുകൂടി അവരുടെ പെരുമാറ്റം മാറുകയും അടുത്ത തവണ കൂടുതൽ മികവുള്ള പെരുമാറ്റമായി മാറാനും, അതല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ
കൂടുതൽ മികവോടെ പഠിക്കാൻ ഇതൊരു മോട്ടിവേഷനായി മാറുകയും ചെയ്യുന്നതാണ് കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ തിയറി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ആൽബർട്ട് ബെൻഡോറ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു തിയറി മുന്നോട്ട് വെക്കുകയാണ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത് വി ലേൺ ബൈ വാച്ചിങ് മോഡൽസ് ബിഹേവിയർ ഷുഡ് ബി റിവാർഡഡ്. നമ്മൾ നിരീക്ഷിച്ച് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ കണ്ടുകൊണ്ട് ആ പെരുമാറ്റത്തെ നമ്മൾ അനുകരിക്കാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ലേണിംഗ് തിയറി കണ്ടെത്തിയത് ആൽബർട്ട് ബെൻഡോറയാണ്. മോഡലിംഗ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ പഠനത്തിലൊക്കെ ഈ മോഡലിംഗ് ബിഹേവിയർ വളരെ സ്വാധീനം ചെലുത്താറുണ്ട്. ഇപ്പോൾ അച്ഛൻ കളവ് പറയാറില്ല, അച്ഛൻ മറ്റുള്ളവരോട് സഹതാപത്തോടുകൂടി അനുതാപത്തോടുകൂടി പെരുമാറുന്നു, അച്ഛൻ നല്ല റീഡറാണ്, അച്ഛൻ നല്ല സ്പീക്കറാണ്, അച്ഛൻ നല്ല ആക്ടറാണ്, ഗായകനാണ്. അപ്പോൾ അച്ഛനെ അനുകരിച്ചുകൊണ്ട് തനിക്കും ആ രീതിയിലാവണമെന്ന ഒരു ഇന്റേണൽ മോട്ടിവേഷൻ രൂപപ്പെടുക, അത് സഹായിക്കുന്നു എങ്കിൽ അത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. അങ്ങനെ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷനിങ് ലേണിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, അതേപോലെ ഇപ്പോൾ പറഞ്ഞ ഒബ്സർവേഷൻ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള, അതുപോലെ റീഇൻഫോഴ്സ്മെന്റിലൂടെ ലേൺ ചെയ്യുന്നു തുടങ്ങിയ തിയറികളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. കോഗ്നിറ്റീവ് ലേണിംഗ് സജസ്റ്റ് ദാറ്റ് പെർസെപ്ഷൻ, തിങ്കിങ് ആൻഡ് മെമ്മറി നീഡഡ് ടു ലേൺ. കോഗ്നിറ്റീവ് ലേണിംഗ് നിർദ്ദേശിക്കപ്പെടുന്നത് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ മെമ്മറി വേണം, മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. എങ്ങനെയാണ് ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്? നമ്മൾ എൻവയോൺമെൻറ്റിൽ നോക്കിയിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പുതിയത് കണ്ടിട്ട്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒക്കെ നമ്മൾ ഓർമ്മ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു സ്ട്രെസ് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്ത് ആ സ്ട്രെസ്സിന് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് ലേണിംഗ്. അതേപോലെ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പഠിച്ചെടുക്കുകയാണ്, ഞാൻ ആരെങ്കിലും ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ നിരീക്ഷണങ്ങളിലൂടെയോ പുതിയൊരു കാര്യം പഠിച്ചെടുക്കുന്നത്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ഭാഷ സംസാരിക്കാൻ ചിലർ പഠിക്കുന്നു, ചിലർ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും പഠിക്കുന്നില്ല. ദാറ്റ് ഈസ് പ്രോസസ്സിങ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതേപോലെ നമ്മൾ എൻവയോൺമെൻറ്റിലേക്ക് നോക്കിയിട്ട് ഇപ്പോൾ കൃഷി പോലുള്ള സംഗതികൾ മനസ്സിലാക്കി പഠിക്കുന്നു, ദാറ്റ് ഈസ് ഓൾസോ കോഗ്നിറ്റീവ് ലേണിംഗ്. ഇപ്പോൾ കോഗ്നിറ്റീവ് ലേണിങ്ങിൽ പെർസെപ്ഷനും നമ്മുടെ ചിന്തകളും അത് ഓർമ്മകളായി രൂപപ്പെടുത്തി അതിലൂടെ പഠിച്ചെടുക്കുന്നതിനാണ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോൾമാൻസ് ലേണിംഗ്. ഇറ്റ് ഈസ് നോൺ ആസ് ലേറ്റന്റ് ലേണിംഗ്. ടോൾമാൻസിൻ്റെ ലേണിങ്ങിനെ നമ്മൾ ലേറ്റന്റ് ലേണിംഗ് എന്നും പറയും. ഇറ്റ് സജസ്റ്റ് ദ ലേണിംഗ് ഒക്കേഴ്സ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ ഒരു തരത്തിലുള്ള ശിക്ഷയും കൊടുക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് വരുന്ന ആ ഒരു ലേണിംഗ് തിയറിയാണ് നമ്മൾ ലേറ്റന്റ് ലേണിംഗ് അല്ലെങ്കിൽ ടോൾമാൻസ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഒബ്സർവ്ഡ് ദ ബിഹേവിയർ ഓഫ് 3 groups of hungry rats that were learning to navigate mazes. അപ്പോൾ നമ്മൾ ഒരു 3 എലികൾ ഇങ്ങനെ നിന്നിട്ട് പൂച്ച വരുന്നത് കണ്ടിട്ട് ആ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നത് എങ്ങനെ? അവർക്ക് മുമ്പ് ഒരു പരിചയമൊന്നുമില്ല, അവരാരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അവര് ആരും പഠിപ്പിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷയോ പ്രതിഫലമോ ഒന്നും വാഗ്ദാനം ചെയ്യാതെ തന്നെ സ്വയമേവ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആ രീതിയാണ് നമ്മൾ ടോൾമാൻസ് ലേണിംഗ് അല്ലെങ്കിൽ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട എന്താണ് ലേണിംഗ് എന്ന് നമ്മൾ പഠിച്ചു. പുതിയൊരു പെരുമാറ്റം അത് അനുഭവങ്ങളിലൂടെയോ നിരന്തരമായ പ്രാക്ടീസിലൂടെയോ ഒരു വ്യക്തി സ്വായത്തമാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ലേണിംഗ് അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത്. ലേണിങ്ങിൽ നമ്മൾ പല തിയറികളും പഠിച്ചു,
അതിൽ ഒന്നാമത്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്ത് ആ സ്റ്റിമുലേഷൻ മാത്രം കിട്ടുമ്പോൾ പുതിയൊരു പാഠം, പുതിയൊരു പഠനം സാധ്യമാകുന്നതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മളിപ്പുറത്ത് തൊണ്ടികയുടെ ഒരു നിയമം, അതെന്താണ്? നല്ല രീതിയിൽ സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ ആ സംതൃപ്തി കിട്ടുന്ന പരിപാടി റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് ചെയ്യുകയും അസംതൃപ്തി കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ അത് റിപ്പീറ്റായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് തോണ്ടികയുടെ തിയറി. ഇപ്പോൾ ഫിസിക്സ് ഭയങ്കര ടഫാണ്, അപ്പോൾ അത് പഠിക്കുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നില്ല, അതവൻ പഠിക്കുന്നില്ല. എന്നാൽ IT അത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അവന് സംതൃപ്തി കിട്ടുന്നുണ്ട്, അതവൻ നിരന്തരമായി ചെയ്യുന്നു. അതെന്താണ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് തോണ്ടിഗേസ് തിയറി. ഓപ്പറന്റ് കണ്ടീഷനിങ് നമ്മൾ പഠിച്ചു. ആ ഒരു പഠിക്കാനുള്ള ആ ഒരു സ്റ്റിമുലസ്, ആ സ്റ്റിമുലൻ്റ് കിട്ടുകയാണ്. എങ്ങനെ? പഠനം കഴിയുമ്പോൾ, പഠിച്ച് എന്തെങ്കിലും ആവുമ്പോൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് കിട്ടും എന്നതുകൊണ്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു റൂം വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മളൊരു മിഠായി വാങ്ങിക്കൊടുക്കുന്നു. നേരെ മറിച്ച് അവൻ സ്കൂളിൽ പോയി അവൻ്റെ പരീക്ഷയ്ക്ക് മോശം മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവനൊരു ശിക്ഷ കൊടുക്കുന്നു. അപ്പോൾ ഈ ശിക്ഷയെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മിഠായി കിട്ടണമെന്നോ ആഗ്രഹിച്ച് പഠിച്ചെടുക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറയാം. ഇനി കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ, ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ടാവും, അതല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ ഞാൻ നിർബന്ധിതനാവും എന്ന് പേടിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ആരും പറയാതെ തന്നെ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവരൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് റിവാർഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവൻ ആരും പറയാതെ അത് ചെയ്യാൻ തയ്യാറാവുന്നു. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അവന് റിവാർഡ് കിട്ടും, ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ തിയറിയാണ്. ഇനി ആൽബർട്ട് ബെൻഡൂറ പറഞ്ഞ ഒബ്സർവേഷൻ ലേണിംഗ്, തൻ്റെ നിരീക്ഷണങ്ങളിലൂടെ താൻ കാണുന്ന ആളുകളെ മോഡലാക്കിയിട്ട് അവരുടെ പെരുമാറ്റങ്ങൾ, അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ആർജവം കാണിക്കുന്ന അതിനെയാണ് നമ്മൾ ആൽബർട്ട് ബെൻഡൂറ പറഞ്ഞ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോഗ്നിറ്റീവ് ലേണിംഗ്, ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ നിന്ന് യുക്തിസഹമായി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനാണ് കോഗ്നിറ്റീവ് ലേണിംഗ്. ടോൾമാൻസ് ലേണിംഗ് അല്ലെങ്കിൽ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ആരുടെയും നിർബന്ധമില്ലാതെ സ്വയമേവ പഠിച്ചെടുക്കുന്ന ആ ഒരു തിയറിയാണ് നമ്മൾ ലേറ്റന്റ് ലേണിംഗ് അല്ലെങ്കിൽ ടോൾമാൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ലേണിംഗ് തിയറി.